പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഫെബ്രുവരി 28-ന് ആരംഭിച്ച സംഘർഷം ആ സംഘർഷം അയയുന്നു. ലോകം യുദ്ധത്തിനു മുമ്പുണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് തിരികെ എത്തുന്നു. അന്താരാഷ്ട്ര വിപണിയിലടക്കം ക്രൂഡ് ഓയിലിന്റെ വില യുദ്ധത്തിനു മുമ്പ് എന്തായിരുന്നോ അതിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പല ലോകരാഷ്ട്രങ്ങളും ഉയർത്തിയ ഇന്ധനവില പിന്നീട് ഗണ്യമായി കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തും ഇന്ധനവിലയിൽ കുറവുണ്ടാകുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഈ ഘട്ടത്തിൽ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഉണ്ടായ എണ്ണ പ്രതിസന്ധിയെ ഇന്ത്യ എങ്ങനെയാണ് നേരിട്ടത്? അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ എണ്ണവിലയിൽ ഉൾപ്പെടെ എന്തു മാറ്റമാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത്, നമ്മുടെ രാജ്യം ഊർജ്ജ പ്രതിസന്ധി നേരിട്ടത് ഈ സൂചിപ്പിക്കുന്ന പോലെ 2026 ഫെബ്രുവരി 28-ന് പശ്ചിമേഷ്യയിലെ സംഘർഷം ആരംഭിച്ചപ്പോൾ മുതൽ ആയിരുന്നു എന്നതാണ്. അവിടെ ഇന്ത്യ നേരിട്ട വെല്ലുവിളി എന്നത് ഹോർമൂസ് കടലിടുക്ക് അടച്ചു എന്നുള്ളതായിരുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രകോപനങ്ങൾ, അതോടൊപ്പം തന്നെ എണ്ണക്കപ്പലുകളെ കടത്തിവിടില്ല എന്ന നിലപാട്, അതിനിടയിലും നയതന്ത്ര ചർച്ചകളുടെ ഭാഗമായും മറ്റും നിരവധിയായ കപ്പലുകൾ, ഇന്ത്യൻ പതാക ഏന്തിയ കപ്പലുകളും ഇന്ത്യയുടെ കപ്പലുകളും പലപ്പോഴായി ഇന്ത്യൻ തീരത്തേക്ക് എണ്ണയും LPGയും വഹിച്ചുകൊണ്ട് വന്നിരുന്നു എന്നതും വസ്തുതയാണ്. എങ്കിൽ പോലും വലിയ പ്രതിസന്ധി നേരിട്ടു. അതിന് കാരണം എന്നത് ലോകത്ത് എണ്ണക്കടത്ത് നടത്തുന്ന പാതകളിൽ 5-ൽ 1 എണ്ണക്കടത്തും ചരക്ക് കപ്പലുകളും കടന്നു വരുന്നത് ഈ ഹോർമൂസിലൂടെയാണ് എന്നതായിരുന്നു എന്നതുകൊണ്ടാണ് ആ പാതയടച്ചത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഒപ്പം ഇന്ത്യയുടെ കണക്കുകളിലേക്ക് വരുമ്പോൾ അസംസ്കൃത എണ്ണയുടെ 90% ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ആണ് ഇന്ത്യ. അതോടൊപ്പം തന്നെ LPGയുടെ 60% ഇറക്കുമതി ചെയ്യുന്നു. അങ്ങനെയുള്ള രാജ്യത്തിന് ആണ് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം നിലച്ചു എന്നത് കടുത്ത പ്രതിസന്ധിയെ നേരിടേണ്ട പശ്ചാത്തലം സൃഷ്ടിച്ചത് എന്നതാണ്. അത് വിപണിയിലുണ്ടാക്കിയ ആഘാതം ഇന്ത്യയിൽ മാത്രമായിരുന്നില്ല. ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയും അതോടൊപ്പം തന്നെ ഇറാൻ ഗൾഫ് മേഖലയിലെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തതോടുകൂടി പ്രധാനപ്പെട്ട എണ്ണ ഉൽപാദക കേന്ദ്രങ്ങൾ എല്ലാം തന്നെ എണ്ണ ഉൽപാദനം നിർത്തിവെക്കുകയും ചെയ്തതോടുകൂടിയാണ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില $120 മുതൽ $140 വരെ ഉയർന്നത്. LPG നിരക്കാകട്ടെ 46% വർദ്ധിച്ചു എന്നുള്ളതാണ്. അതായത് LPGയുടെ നിരക്ക് എന്തായിരുന്നോ അതിന്റെ പകുതിയോളം കൂടി തുക വർദ്ധിച്ചു എന്നതായിരുന്നു അന്താരാഷ്ട്ര വിപണിയിലെ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത്. ഈ 14.2 കിലോഗ്രാം വരുന്ന സിലിണ്ടർ, അതാണ് ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ തൂക്കം. അങ്ങനെയുള്ള സിലിണ്ടറിന്റെ ഉൽപാദന ചെലവ് മാത്രം ഒരു സിലിണ്ടറിന് 1600 രൂപയ്ക്ക് മുകളിലേക്ക് എത്തി നിന്നു എന്നതായിരുന്നു അപ്പോഴത്തെ സാഹചര്യം. അതായത് ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ച സാഹചര്യത്തിലും ക്രൂഡ് ഓയിലിന്റെ ലഭ്യതക്കുറവുണ്ടായ സാഹചര്യത്തിലും ഒരു സിലിണ്ടറിന്റെ ഉൽപാദന ചെലവ് 1600 രൂപയ്ക്ക് മുകളിലേക്ക് എത്തി എന്നതായിരുന്നു നമ്മുടെ രാജ്യം നേരിട്ട വെല്ലുവിളി. ആ വെല്ലുവിളി കാലഘട്ടത്തിലും ഈ വിലയിലേക്ക് ഗാർഹിക സിലിണ്ടറുകളുടെ തുക വർദ്ധിച്ചില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതെന്തുകൊണ്ട് എന്നതാണ് ഇനി നമ്മൾ സൂചിപ്പിക്കുന്നത്. അതായത് 2014-നും 2026-നും ഇടയിൽ നമ്മുടെ രാജ്യത്ത് ഈ പാചകവാതക വിതരണത്തിലുണ്ടായ ഒരു മാറ്റത്തിന്റെ ഡേറ്റയാണ് ഈ സൂചിപ്പിക്കുന്നത്. അവിടെ ഇതാ LPG ഇമ്പോർട്ടന്റ് ടെർമിനൽസ്, അത് 2014-ൽ 11 ആയിരുന്നുവെങ്കിൽ അതിന്റെ ഇരട്ടിയിലേക്ക് 2026-ലെത്തി 22. LPG പൈപ്പ് ലൈൻ നെറ്റ്വർക്ക്, പൈപ്പ് ലൈൻ വഴിയുള്ള വാതകത്തിന്റെ വിതരണം, അത് 2311 കിലോമീറ്റർ എന്നതായിരുന്നു നമ്മുടെ രാജ്യത്തെ ദൈർഘ്യമെങ്കിൽ അത് പിന്നീട് 6242 കിലോമീറ്ററിലേക്ക് 2026-ൽ മാറി എന്നുള്ളതാണ്. ഒപ്പം LPG ഇറക്കുമതിയുടെ ശേഷി എന്നത് 12 മില്യൺ മെട്രിക് ടൺ പെർ ആനം എന്നതാണ്. നേരത്തെ 2014-ലെ കണക്ക് എങ്കിൽ 3 ഇരട്ടിയായി 2026-ൽ അത് വർദ്ധിച്ചിട്ടുണ്ട്. 32.3 മില്യൺ മെട്രിക് ടൺ പെർ ആനം എന്ന നിലയിലേക്കാണ് കണക്കുകൾ മാറിയിട്ടുള്ളത് എന്നതാണ്. അതോടൊപ്പം ഓരോ ദിവസവും ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യാവുന്ന LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്ന ശേഷി, LPG സിലിണ്ടറുകൾ ഫിൽ ചെയ്യുന്ന ശേഷി എന്നത് ഒരു ദിവസം 32.7 ലക്ഷം എന്നതായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 62.8 ലക്ഷം എന്ന നിലയിലേക്ക് ഉയർന്നു നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് 27 രാജ്യങ്ങളിൽ നിന്നായിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അത് 41 രാജ്യങ്ങളിലേക്ക് ഉയർത്തി എന്നുള്ളതാണ്.
ഒപ്പം സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം, ഈ നഗരപ്രദേശങ്ങളിലെല്ലാം ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ എന്നത് നമുക്കറിയാം. അങ്ങനെയുള്ള സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അത് 55 നഗരപ്രദേശങ്ങളിലായിരുന്നുവെങ്കിൽ ഇപ്പോഴത് 300-ന് മുകളിലേക്കാണ് എന്നതാണ്. ഇതാണ് 2014 നിന്ന് 2026 എത്തി നിൽക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഈ വാതക വിതരണ ശേഷിയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട വളർച്ച എന്നതാണ്. ഈ വളർച്ചയാണ് യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ തള്ളിവിടാതിരുന്നത് എന്നതാണ് നമുക്ക് കണക്കുകളിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, എണ്ണ ഇറക്കുമതി എന്നത് ഈ യുദ്ധത്തിന് മുമ്പ് 27 രാജ്യങ്ങളിൽ നിന്നായിരുന്നു. രാജ്യം എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യക്ക് എവിടെ നിന്നാണോ ഏറ്റവും കുറഞ്ഞ ചെലവിൽ എണ്ണ ലഭിക്കുന്നത് ആ രാജ്യത്ത് നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുക എന്നതാണ്. ചില രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നത് നിർത്തിവെച്ചു, പുതിയ രാജ്യങ്ങളെ കണ്ടെത്തി. എന്തായാലും യുദ്ധസമയത്ത് 41 രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിച്ചു. 41 രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. ഒപ്പം അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും ഉള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചു. അവിടെ നമുക്കറിയാം, വാർത്തകളിൽ നിറഞ്ഞ ഒന്നായിരുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് അമേരിക്ക ഇന്ത്യയുമായി ഏറെ നാൾ വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയും അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ആ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തുവെങ്കിലും ഇന്ത്യ കർശനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ലിബിയ, ഗൊബാൻ, ഇക്വറ്റോറിയൽ ഗയാന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ കൂടുതലായി ഇന്ധനം ഇറക്കുമതി ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് കണക്കുകൾ. ഒപ്പം 5.33 മില്യൺ ടൺ അസംസ്കൃത എണ്ണ ഇന്ത്യ ഈ സമയത്ത് സംഭരിച്ചിരുന്നു എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. യുദ്ധം ആരും പ്രതീക്ഷിച്ചതല്ല, അപ്രതീക്ഷിതമായ ഒരു യുദ്ധം ആയിരുന്നു സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങൾക്കും ഇത്ര വലിയ എണ്ണ ശേഖരം, കരുതൽ ശേഖരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 3 ആഴ്ചത്തേക്കുള്ള കരുതൽ ശേഖരം, അതായത് ഇന്ത്യയിലെ എണ്ണ വിതരണം ഏത് തരത്തിൽ നടന്നാൽ പോലും 3 ആഴ്ച ഒരു തരത്തിലുമുള്ള പ്രതിസന്ധിയും സൃഷ്ടിക്കാത്ത തരത്തിലുള്ള കരുതൽ ശേഖരമാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത് എന്നതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന റിപ്പോർട്ടുകൾ. ഇനിയിപ്പോൾ കേന്ദ്രം ഈ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ, യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റു വഴികൾ അധികമായി തേടിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പെട്രോളിൽ എഥനോൾ മിശ്രണം എന്നതിൻ്റെ അളവ് വർദ്ധിപ്പിച്ചത്. അത് 20% ഇപ്പോഴും എഥനോൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വാഹനങ്ങൾ നിരത്തുകളിൽ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അതായത് ഇത്തരം ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പോലും ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങൾ കൂടുതൽ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുന്നതിനാണ് ഇത്തരം മുൻകരുതലുകൾ നമ്മുടെ രാജ്യം കൈക്കൊള്ളുന്നത്. അതോടൊപ്പം ഈ കേന്ദ്രത്തിൻ്റെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ 2026 മാർച്ച് 27 ഫെബ്രുവരി 28-നാണ് യുദ്ധം ആരംഭിച്ചത്. ഏതാണ്ട് ഒരു മാസത്തിനകം നമ്മൾ നേരിടുന്ന പ്രതിസന്ധി തിരിച്ചറിയുകയും അങ്ങനെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് ഡ്യൂട്ടിയിൽ 10 രൂപയുടെ കുറവ് കേന്ദ്ര സർക്കാർ വരുത്തുകയും ചെയ്തു എന്നതാണ്. അതുകൊണ്ടാണ് സാധാരണക്കാരായ നമുക്ക് അടക്കം ആ സമയത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിക്കാതിരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് കേന്ദ്ര ഖജനാവിനുണ്ടായ നഷ്ടം എന്നത് 1.7 ലക്ഷം കോടി രൂപ ആണ് എന്നതുകൂടിയാണ് സൂചിപ്പിക്കേണ്ടത്. ഇനി മറ്റ് ചില കണക്കുകൾ കൂടി, അത് പ്രധാനപ്പെട്ടതാണ്. കാരണം എണ്ണ കമ്പനികൾ, നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഒരു ഗ്യാസ് സിലിണ്ടറിന് 1600 രൂപയായിരുന്നു ഉൽപ്പാദന വിതരണ ചെലവ് എങ്കിൽ എണ്ണ കമ്പനികൾ പെട്രോളും ഡീസലും ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തതിലൂടെ ഒരു ദിവസം 1000 കോടി രൂപയുടെ നഷ്ടത്തിൽ ആണ് എണ്ണ കമ്പനികൾ യുദ്ധത്തിന് ശേഷം പ്രവർത്തിച്ചിരുന്നത് എന്നതാണ്. അപ്പോഴും 2 മാസത്തോളം, അതായത് പ്രതിദിനം 1000 കോടി രൂപ എന്ന് പറയുമ്പോൾ 2 മാസം കൊണ്ട് 60,000 കോടി രൂപ എന്നതാണ് നമ്മൾ കണക്കിലാക്കേണ്ടത്. 60,000 കോടി രൂപയുടെ നഷ്ടത്തിൽ രാജ്യത്തെ എണ്ണ കമ്പനികൾ പ്രവർത്തിച്ചപ്പോൾ പോലും നമ്മുടെ രാജ്യത്ത് പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ വില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നില്ല. ഇനി വില വർദ്ധിപ്പിച്ചത് പിന്നീട് 2 മാസങ്ങൾക്ക് ശേഷമാണ്. 3 തവണ വില വർദ്ധിപ്പിച്ചു. ശരാശരി 7 രൂപ മുതൽ 10 രൂപ വരെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ വില വർദ്ധിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ, അതായത് ഈ വില വർധനവ് നടപ്പിലാക്കിയതിന് ശേഷം എണ്ണ കമ്പനികളുടെ പ്രതിദിന നഷ്ടം എന്നത് 650 കോടിയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഒരു ദിവസം 1000 കോടി നഷ്ടത്തിലെങ്കിൽ ഇപ്പോഴും 650 കോടി രൂപ ഒരു ദിവസം നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ഡേറ്റയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വില കുറയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മറുപടികളിൽ ഒന്ന്, എണ്ണ കമ്പനികൾ ഇപ്പോഴും പ്രതിദിനം 650 കോടി രൂപ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന എണ്ണ കമ്പനികൾക്ക് 30,000 കോടി രൂപ നിലവിൽ കേന്ദ്ര സർക്കാർ ഈ നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടിയും സാധാരണക്കാരായ ആളുകൾക്ക് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ച് ഭാരം ഇരട്ടിപ്പിക്കാതിരിക്കുന്നതിനും വേണ്ടിയും
30,000 കോടി രൂപ കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകി എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രിയ പ്രേക്ഷകരെ, ഒപ്പം ഇതാ നമ്മൾ വില കുറയ്ക്കുമോ എന്ന ചോദ്യത്തിലേക്ക് പോവുകയും ചില കോണുകളിൽ നിന്നെങ്കിലും പാകിസ്ഥാനിലടക്കം 1 ലിറ്റർ പെട്രോളിന് 70 രൂപയാണ് കുറച്ചിട്ടുള്ളത്. അതായത് യുദ്ധത്തിന് ശേഷം അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില കുറഞ്ഞു. അസംസ്കൃത എണ്ണയുടെ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞപ്പോൾ പാകിസ്ഥാൻ, നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ 70 രൂപ 1 ലിറ്ററിന് കുറച്ചു, 60 രൂപ കുറച്ചു എന്ന തരത്തിലുള്ള വ്യാപകമായ പ്രചാരണമാണ് നടക്കുന്നത്. അത് ശരിയായിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനിൽ ഈ യുദ്ധഘട്ടത്തിൽ 1 ലിറ്റർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില 450 രൂപ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാൻ കറൻസി അനുസരിച്ച് ആ 450 രൂപയിൽ നിന്നും 320 രൂപയിലേക്ക് പിന്നീട് വലിയ പ്രതിഷേധത്തെ തുടർന്ന് താഴ്ത്തിയിരുന്നു. ആ തുകയാണ് ഇപ്പോൾ പിന്നീട് വീണ്ടും കുറച്ചത്. ഇവിടെ ഇതാ ഓരോ രാജ്യങ്ങളും, നമ്മുടെ അയൽരാജ്യങ്ങളിൽ അടക്കം എങ്ങനെയായിരുന്നു പെട്രോളിൻ്റെ വില യുദ്ധത്തിന് ശേഷം കൂടിയത് എന്ന ഡേറ്റയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. മ്യാൻമാർ 89% വർധനമാണ്. അതായത് എന്തായിരുന്നോ അവിടുത്തെ വില അതിൻ്റെ ഇരട്ടി വിലയാണ് യുദ്ധത്തിന് ശേഷം നൽകേണ്ടി വന്നത്. മലേഷ്യയിൽ 56.3% വില വർദ്ധിപ്പിച്ചത്. ഫിലിപ്പൈൻസിൽ 52% വർദ്ധിപ്പിച്ചു. ഈ സൂചിപ്പിച്ച പാകിസ്ഥാനിൽ 50% പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ചു. ഏറ്റവും എടുത്തു പറയേണ്ടത് വികസിത രാജ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന രാജ്യങ്ങൾ, വലിയ സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ പോലും യുണൈറ്റഡ് സ്റ്റേറ്റ്, അമേരിക്ക തന്നെ, അതായത് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ യുദ്ധത്തിന് ശേഷം പെട്രോളിൻ്റെ വിലയിൽ വന്ന വർധനവ് എന്നത് 44% എന്നതാണ്. അതായത് ശരാശരി കണക്ക് പറഞ്ഞാൽ 100 രൂപ കൊടുക്കുന്ന പെട്രോളിന് 144 രൂപ കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട് അമേരിക്കയിലടക്കം എന്നതാണ് അവിടുത്തെ കറൻസി അനുസരിച്ച്. UK-യിൽ വർദ്ധിച്ചത് 19%, ജർമ്മനിയിൽ വർദ്ധിച്ചത് 13%. പ്രിയ പ്രേക്ഷകരെ, തീർച്ചയായും ഒരു പക്ഷേ ഇതിനൊരു എതിർവാദം ഉയരും. മറ്റ് ചില രാജ്യങ്ങളൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ലല്ലോ എന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ വാഹനങ്ങളുടെ അനുപാതം, അവിടുത്തെ വാഹന ഉപഭോക്താക്കളുടെ എണ്ണം, അവർ ഈ പൊതുഗതാഗത സംവിധാനങ്ങളെ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നു, ഇതുകൂടി കണക്കിലാക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അത്രമേൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യമാണ്. ജനസംഖ്യയിൽ നമ്മൾ ഒന്നാമതാണ് എന്ന് നമുക്കറിയാം. നമ്മൾ ഭൂവിസ്തൃതിയിൽ വലിയ രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കണക്കുകൾ വ്യത്യസ്തമാകുന്നത്. ഇനിയിപ്പോൾ ഇന്ത്യയുടെ ഡേറ്റയിലേക്ക് വരുമ്പോൾ, യുദ്ധം ആരംഭിച്ചതിന് ശേഷം ക്രൂഡ് ഓയിലിൻ്റെ വില 140 ബാരലിൽ എത്തിയ ഘട്ടത്തിൽ പോലും ഉള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ പെട്രോളിൻ്റെ വില ആകെ വർദ്ധിപ്പിച്ചിട്ടുള്ളത് 7% എന്നതാണ്. അതാണ് ഈ വില കുറയുമോ എന്ന ചോദ്യത്തിൽ മറ്റൊരു പ്രസക്തമാകുന്ന പോയിന്റ്. ഇതോടൊപ്പം തന്നെ സൂചിപ്പിക്കേണ്ടത് ഡീസൽ വില വർധനയാണ്. അവിടെയും UAE എന്നത് നമുക്കറിയാം, ഒപ്പക് രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു UAE. എണ്ണ ഉൽപ്പാദക രാജ്യം കൂടിയാണ് UAE എന്നത് ഓർക്കണം. ആ UAE ഇപ്പോൾ ഒപ്പക്കിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ ഇതാ 85% ആണ് ഡീസലിൻ്റെ വില UAE-യിൽ യുദ്ധത്തിന് ശേഷം വർദ്ധിച്ചത്. മലേഷ്യയിൽ 72%, തായ്ലൻഡിൽ 69%, മലയാളികൾ ഏറെയുള്ള കാനഡയിൽ 40%, യുണൈറ്റഡ് സ്റ്റേറ്റിൽ 40%, ഫ്രാൻസിൽ 30%, ജർമ്മനിയിൽ 30%. ഇന്ത്യയിൽ കേവലം 8% മാത്രമാണ് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവിൽ ഡീസലിൻ്റെ വില വർദ്ധിച്ചത് എന്നതാണ്. ഇത് തന്നെയാണ് വരും ദിവസങ്ങളിൽ എണ്ണവില പൊടുന്നനെ കുറയുമോ എന്ന ചോദ്യത്തിന് അതിന് സാധ്യതയില്ല എന്ന് പറയേണ്ടതായി നമുക്ക് വരുന്നത്. എന്നാൽ വില കുറയാം. ആ സാഹചര്യം എന്താ എന്ന് കൂടി വിശദീകരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.